ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, പൊട്ടൽ സൗണ്ട്, സ്ലോ സ്പീഡിൽ വണ്ടി ഓഫ് ആവുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമയമുണ്ടെങ്കിൽ ജനറൽ സർവീസും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഞാൻ മെയിനായിട്ട് നോക്കുമ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ് കാണിക്കുക. സെൽഫ് സ്റ്റാർട്ട് ആവാനാണ് ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അത് ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി. ഞാൻ എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.45 ആ റേഞ്ചിലാണ് വോൾട്ട് കാണിക്കുക. ലോഡ് കൊടുക്കേണ്ട സമയത്തുണ്ടല്ലോ ബാറ്ററി തീരെ ഡൗൺ ആയിപ്പോൾ 5.2 പോകുന്നുണ്ട്. ശരിക്കും 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയിടേണ്ടി വരും. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ശരിയാവുള്ളൂ കേട്ടോ. സെൽഫ് സ്റ്റാർട്ടിൻ്റെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ പൊട്ടൽ സൗണ്ടിൻ്റെ ഈ യൂണിറ്റിൻ്റെയാണ്, അത് നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്യാം. സ്ലോ സ്പീഡ് തൽക്കാലം നമുക്ക് കാർബറേറ്റർ ട്യൂൺ ചെയ്ത് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിടാം. കാരണം ഞാൻ കാർബറേറ്റർ അഴിക്കാൻ പറ്റിയൊരു കണ്ടീഷനാണെന്ന് തോന്നണില്ല. കാരണം ഇതിൻ്റെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഇപ്പോൾ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗമൊക്കെ ദ്രവിച്ച ഒരവസ്ഥയിലാണ് ഒട്ടുമിക്ക വണ്ടിയുടെയും, അഴിക്കണ വണ്ടികളുടെ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് അഴിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കാർബറേറ്റർ ക്ലീനിങ്ങിന് ഇപ്പോൾ തൽക്കാലം നിൽക്കണം. അത് പുറമേ തന്നെ നമുക്ക് ട്യൂൺ ചെയ്തൊന്ന് റെഡിയാക്കി നോക്കാം. ഒരു രക്ഷയില്ല. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ് കാര്യമായിട്ടുള്ള രീതിയിലോ സ്റ്റാർട്ട് ആവാതെ, അതായത് ഇപ്പോൾ സെൽഫ് കിക്കറൊക്കെ അടിച്ചാലും വണ്ടി സ്റ്റാർട്ട് ആവാത്തൊരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കാർബറേറ്റർ നോക്കണമാണ് നല്ലത് കേട്ടോ. ഞാൻ അപ്പോൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട്, ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. പക്ഷേ പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല, കുറഞ്ഞ കമ്പനിയുടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണേ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഈ ലൈനർ ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം, ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും, പിന്നെ ബ്രേക്ക് സൗണ്ട് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനത്തെ ലൈനർ ഉപയോഗിക്കുമ്പോൾ തന്നെ കേട്ടോ. ഹബിന് തേയ്മാനം കൂടുതലായിരിക്കും, അങ്ങനെ കുറച്ച് കേസുകൾ വരും. തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിടാം. പിന്നീട് മാറ്റിയിടുമ്പോൾ നമ്മൾ ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ബാക്ക് വീല് ഈ ഒരു ഷാഫ്റ്റുമാണ് പിടിപ്പിക്കുക. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലും നമ്മൾ നോക്കി, നല്ല ഓയിലാണ് കേട്ടോ. ബാക്ക് ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ സർവീസിൽ തന്നെ നമുക്ക് ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. അത് തന്നെ ഒരു സൈഡിൽ പൊട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ സൈഡൊക്കെ അത്യാവശ്യം ക്രാക്ക് വീണിട്ടുണ്ട്. ഇതേ സൈഡൊക്കെ ഇവിടെ പൊട്ടിയിരിക്കണം കേട്ടോ ബെൽറ്റ്. ഇതേ സൈഡ് ചിന്നൽ വീണിരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ കയ്യോടെ എടുത്ത് കളയാം. ഇതൊക്കെ ആകുമ്പോൾ എപ്പോൾ പൊളിഞ്ഞു പോകണമെന്നുള്ള ദിവസം നമുക്ക് പറയാൻ പറ്റില്ല. ബെൽറ്റ് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. ഇപ്പം നമുക്ക് ജനറൽ സർവീസിന് ക്ലച്ച് ഗ്രീസിന് വേണ്ടി അയച്ചേക്കണതാണ്. കൂട്ടത്തിൽ മാറ്റിയിടാണെങ്കിൽ ആ ബെൽറ്റിൻ്റെ എമൗണ്ടാണ് വരുള്ളൂ. ബാക്കിയത്തെ ജനറൽ സർവീസിൻ്റെ ലേബറിൽ തന്നെയാണ് കഴിഞ്ഞു പോകുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് കാര്യങ്ങൾ, ഇതൊക്കെ തേയ്മാനം ഉണ്ട്, നിലവിൽ പ്ലേ ഉണ്ട്. ഈ ഇതിൻ്റെ വെയ്റ്റിനും തേയ്മാനം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. നിലവിൽ കംപ്ലയിൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, അതറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൻ്റെ തന്നെ ബുഷ്, പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് അടിച്ച് ഈ സൈഡൊക്കെ പൊട്ടാറായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. പിന്നെ അത് കൂടാണ്ട് ബാക്കിലത്തെ ക്ലച്ച് പുള്ളി വീലാണത്. ഇതിങ്ങനെ ഒറ്റ യൂണിറ്റ് പോലെ വരും. അത് മൊത്തം തുരുമണതുണ്ടാകും. അത് തന്നെ ഞാൻ അഴിച്ചു നോക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഹോളൊക്കെ നോക്കുമ്പോൾ കേട്ടോ, ഹോള് പിന്ന് കിടന്നിട്ട് നല്ല രീതിയിൽ ഓവലായേക്കാണ്. അപ്പോൾ ശരിക്കും മാറ്റാണെന്നുണ്ടെങ്കിൽ ഈ വീലുകളും ആ വേരിയേറ്റർ ബോഡിയൊക്കെ മാറ്റിയിട്ട് ബെൽറ്റ് മാറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്ലച്ചിൻ്റെ ഭാഗം കംപ്ലീറ്റ് കറക്റ്റായിട്ട് പോകുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വീലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ഈ റോളർ ഈ പിന്നുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ട്. ഈ പിന്നും അതേപോലെ തന്നെ ആ വീലും തേഞ്ഞു പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. തൽക്കാലം പിന്നുകൾ മാറ്റി അതിൻ്റെ ഓറിങ് ഓയിൽസീലൊക്കെ മാറ്റി അത് ഗ്രീസ് ചെയ്യാം. ഗ്രീസ് ചെയ്തതിന് ശേഷം തൽക്കാലം ബെൽറ്റ് മാറ്റിയിടാം. അതിന് ശേഷം പിന്നീട് നിങ്ങൾ കുറേ കൂടി ഓടി കഴിയുമ്പോൾ ഇത് വീണ്ടും കംപ്ലയിൻറ്റ്സ് കൂടും. ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചേക്കണതുകൊണ്ട് തന്നെ വീണ്ടും കൂടും. അങ്ങനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ വരുമ്പോഴത്തേക്കും ബാക്കിയത്തെ സാധനങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞാലും മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏറ്റവും ബെറ്റർ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ കൈയോടെ തന്നെ അത് മാറ്റിക്കളയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ 2000 സംതിങ് ഒക്കെ വരും ഈ വീലുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറയാം. ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടി പറയുകയാണെങ്കിൽ അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം കേട്ടോ. ബെൽറ്റ് എന്തായാലും മാറ്റിയിടാം. ഞാൻ എസ്റ്റിമേറ്റിൽ ബെൽറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഈ പിന്ന്, റോളർ, അതിൻ്റെ ഓയിൽസീലൊക്കെ ഐറ്റംസ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീലുകൾ മാറ്റുന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടുതരാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഈ സൈഡ് ചെറിയ ലീക്കേജ് ഉണ്ട്. ഈ സൈഡ് ഗ്യാസ്കറ്റ് ലീക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരംഭമാണ്. കൈയോടെ നമുക്കത് ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് റെഡി ആയിക്കോളും. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ രണ്ടും ചെക്ക് ചെയ്തു. നല്ല കേബിളാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ് നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ ഈ ലിങ്കിൻ്റെ ബുഷ് കണ്ടോ, അത് അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സൈഡ് അത്രയും കൂടെ ഇല്ല. പക്ഷേ നമുക്കത് കിറ്റായിട്ടാണ് വരുള്ളൂ. രണ്ടും കൂടിയിട്ട് മാറ്റി അടിക്കേണ്ടതായിട്ട് വരും. കിറ്റായിട്ടാണ് വരാം. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല.
കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. മീറ്റർ വർക്കിംഗ് ആക്കുന്നുണ്ടെങ്കിൽ കാരണം വണ്ടിയുടെ ഓയിൽ ചേഞ്ച്, വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ചെയ്യേണ്ടത്. നിലവിൽ മീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയർ അത്യാവശ്യം നല്ല ടയറാണ്. പക്ഷേ എന്നാൽ പോലും ചെറിയൊരു ബബ്ലിങ്, ഫ്രണ്ട് വെട്ടൽ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അത് ഈ ബുഷ് പോയി കിടന്ന് ടയർ അലൈൻമെൻറ്റ് മാറുമ്പോഴാണ് ആ പ്രോബ്ലം വന്നത് കേട്ടോ. പിന്നെ ഈ ബാറ്ററിയുടെയാണ് മെയിനായിട്ട് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുക. ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചല്ലോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറണമെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. എയർ ഫിൽറ്റർ പ്ലഗ് രണ്ടും പുതിയതാണ്, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ നോക്കി, എഞ്ചിൻ ഓയിലും പുതിയ ഓയിലാണ്, വലിയ പഴക്കമായിട്ടില്ല. ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഇതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നത് ഒന്ന് ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്ന ഈ ലിങ്കിൻ്റെ ബുഷ് സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേറ്ററിന് ബസർ ഇല്ല. അപ്പോൾ ബസർ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം, വേണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഞാനിത് വയറൊക്കെ ഉണ്ട്, അത് ചാടി പോയതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ അതേപോലെ ബെൽറ്റ് എസ്റ്റിമേറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വേരിയറ്റിൻ്റെ ഈ സൈഡിൽ വന്ന വി ബുഷ്, ആ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ റോളർ, പിന്നെ ഈ ഓയിൽ സീൽ, അതിൻ്റെ ഓറിങ് അത് മാറ്റി നമുക്ക് ഗ്രീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതും കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത്തരം ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടണേ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസം ഒന്ന് പറയാം. അപ്പോൾ പരമാവധി നേരത്തെ തന്നെ പറയാം, ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. മാക്സിമം നേരത്തെ റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.